നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എക്കണോമിക്സിലെ പുത്തൻ സാമ്പത്തിക നയം, ന്യൂ എക്കണോമിക് റീഫോംസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കിൻ്റെ ഒരു പാർട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ സാമ്പത്തിക നയം വരാനുണ്ടായിരുന്ന സാഹചര്യം, അതിൻ്റെ ഹിസ്റ്ററി, USSR USA തമ്മിലുള്ള ഒരു ഇഷ്യൂ, കോൾഡ് വാർ, ആ ഒരു സിറ്റുവേഷൻ, ഇന്ത്യക്ക് ഉണ്ടായിരുന്ന കടം വീട്ടാൻ വേണ്ടി ഇന്ത്യ ലോൺ എടുക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പം വേൾഡ് ബാങ്ക്, IMF അവരുടെ നിന്ന് ഇന്ത്യ കടം ചോദിക്കുന്നു. ഇന്ത്യക്ക് ചില തീരുമാനങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഇന്ത്യയിൽ പുതിയ എക്കണോമിക് റീഫോംസ് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഈ മൂന്നിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബറലൈസേഷൻ ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണവും ഡിസ്കസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പനീസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന് ഡിവൈഡ് ചെയ്തതും മഹാരത്ന കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് മഹാരത്ന കഴിഞ്ഞിട്ട് അടുത്തത് നവരത്ന കമ്പനീസിനെ പറ്റി നോക്കാം. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: മഹാരത്ന, നവരത്ന, മിനിരത്ന കമ്പനീസ്. മഹാരത്ന കമ്പനീസ്, ആ ഒരു ലിസ്റ്റിൽ വരുന്ന കമ്പനീസിനെ നമ്മൾ കണ്ടിരുന്നു. ആനുവൽ ടേൺ ഓവർ എത്ര വരുമ്പോഴാണ് മഹാരത്ന ആണെങ്കിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു മഹാരത്ന ആവണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നവരത്ന സ്റ്റാറ്റസ് കിട്ടണമെന്ന് പറഞ്ഞു. പിന്നെ നവരത്ന കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നവരത്ന കമ്പനീസ് എന്ന് പറയുമ്പോഴേക്ക് 13 കമ്പനീസ് ആണ് ഈ ലിസ്റ്റിൽ വരുന്നത്. നവരത്ന എന്ന് പറയുമ്പോൾ ഇത് നവരത്ന കമ്പനീസ് ആയിട്ട് ഈ കമ്പനീസിനെ ലിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് മിനിരത്ന എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. മിനിരത്ന 1 അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് എ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. മഹാരത്ന കമ്പനി ആവണമെന്നുണ്ടെങ്കിൽ നവരത്ന സ്റ്റാറ്റസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നവരത്ന എന്ന് പറയുന്ന സ്റ്റാറ്റസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് മിനിരത്ന 1 അല്ലെങ്കിൽ ഷെഡ്യൂൾ എ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. മിനിരത്ന 1, മിനിരത്ന 2 രണ്ട് കാറ്റഗറി ഉണ്ട് മിനിരത്നയിൽ. അപ്പോൾ മിനിരത്ന 1 അല്ലെങ്കിൽ മിനിരത്നയിലെ ഷെഡ്യൂൾ എ കാറ്റഗറി അതിൽ വന്നിട്ടുള്ള കമ്പനീസ് ആയിരിക്കണം നമ്മുടെ നവരത്ന ലിസ്റ്റിൽ വരേണ്ടത്. അതായത് ഈ കമ്പനീസിന് ഒബ്റ്റെയിൻ എക്സലന്റ് ഓർ വെരി ഗുഡ് MOU റേറ്റിംഗ്. അവർക്ക് എക്സലന്റ് അല്ലെങ്കിൽ വെരി ഗുഡ് റേറ്റിംഗ് ഉണ്ടായിരിക്കണം ഇൻ 3 ഓഫ് ലാസ്റ്റ് 5 ഇയേഴ്സ്. അപ്പോൾ മിനിരത്ന കാറ്റഗറി 1 അല്ലെങ്കിൽ ഷെഡ്യൂൾ എ ആയിരിക്കണം and obtained excellent or very good MOU rating in 3 of last 5 years. ഈ കമ്പനീസിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ 5ൽ 3 ഓഫ് ലാസ്റ്റ് 5 ഇയേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ലാസ്റ്റ് 5 ഇയേഴ്സിൽ 3 വർഷവും ഇവർക്ക് എക്സലന്റ് അല്ലെങ്കിൽ വെരി ഗുഡ് MOU റേറ്റിംഗ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കമ്പനീസ് ആണ്. ആൻഡ് ഹാവിംഗ് കോമ്പോസിറ്റ് സ്കോർ ഓഫ് പെർഫോമൻസ് ടു ബി 60 ഓർ എബോവ് 6 ഐഡന്റിഫൈഡ് പാരാമീറ്റേഴ്സ്, പെർഫോമൻസ് പാരാമീറ്റേഴ്സ്. അതായത് ഇത്രയേ ഉള്ളൂ. നവരത്ന സ്റ്റാറ്റസ് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിരത്ന 1 അല്ലെങ്കിൽ ഷെഡ്യൂൾ എ കാറ്റഗറി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അവർ 5 വർഷത്തെ പെർഫോമൻസ് എടുക്കുമ്പോൾ 3 വർഷം എക്സലന്റ് അല്ലെങ്കിൽ വെരി ഗുഡ് MOU റേറ്റിംഗ് ഉണ്ടായിരിക്കണം. ആൻഡ് ഹാവ് എ കോമ്പോസിറ്റ് സ്കോർ ഓഫ് പെർഫോമൻസ് ടു ബി 60, 60 അതിൽ കൂടുതലോ ഒരു സ്കോർ ഉണ്ടായിരിക്കണം. എന്തിന്റെ സ്കോറാണ്? ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. 6 ഐഡന്റിഫൈഡ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ 6 പാരാമീറ്റേഴ്സിന്റെ വെച്ച് നോക്കുമ്പോൾ സ്കോർ ഇടുമ്പോൾ 60 അതിൽ കൂടുതലോ സ്കോർ ഉണ്ടായിരിക്കണം. 3 കണ്ടീഷൻസ് ഒന്നുകൂടെ പറയാം. അതായത് ഒരു കമ്പനി നവരത്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ മിനിരത്ന 1 അല്ലെങ്കിൽ മിനിരത്നയിലെ കാറ്റഗറി 1 ഓർ ഷെഡ്യൂൾ എ ലിസ്റ്റിലായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ കമ്പനീസിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ 3 MOU റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തിൽ എക്സലന്റ് അല്ലെങ്കിൽ വെരി ഗുഡ് MOU റേറ്റിംഗ് ആയിരിക്കണം. ഇനി ഒരു 6 പാരാമീറ്റേഴ്സിന്റെ ബേസിൽ ഇവർ സ്കോർ ചെയ്യുമ്പോൾ 60 അതിൽ കൂടുതലോ ആയിരിക്കണം സ്കോർ. ഏതൊക്കെയാണ് ആ 6 പാരാമീറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ, നെറ്റ് പ്രോഫിറ്റ് ടു നെറ്റ് വർത്ത്, മാൻ പവർ കോസ്റ്റ് ടു ടോട്ടൽ കോസ്റ്റ് പ്രൊഡക്ഷൻ ഓർ കോസ്റ്റ് ഓഫ് സർവീസ്, PBDIT ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, PBDIT ടു ടേൺ ഓവർ, ഏർണിംഗ് പെർ ഷെയർ, ഇന്റർ സെക്ടറൽ പെർഫോമൻസ്, ഇങ്ങനെ ഒരു 6 കാറ്റഗറി. ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഇനി ഒരു 5-6 കണ്ടീഷൻസിന്റെ ബേസിൽ ഇവർക്ക് സ്കോർ ചെയ്യുമ്പോൾ 60-ലധികം സ്കോർ ഉണ്ടായിരിക്കണം. ഈ ഒരു 6 പാരാമീറ്റേഴ്സിൽ നോക്കുമ്പോൾ 60 ഓർ മോർ ആയിരിക്കണം സ്കോർ. അതേപോലെ തന്നെ 5 വർഷത്തിൽ 3 വർഷത്തെ അവരുടെ എക്സലന്റ് അല്ലെങ്കിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞ MOU റേറ്റിംഗ് ഉണ്ടായിരിക്കണം. പിന്നെ മിനിരത്നയിലെ കാറ്റഗറി 1 ഷെഡ്യൂൾ എ ആയിരിക്കണം. ഇത്രയാണ് നവരത്നയ്ക്കുള്ള കണ്ടീഷൻ. 13 കമ്പനീസാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, BEL, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. പിന്നെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്, EIL. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മാനേജർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്, നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ്, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, രാഷ്ട്രീയ ഇസ്പാത് നിഗം ലിമിറ്റഡ് ആൻഡ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, നാഷണൽ ബിൽഡിംഗ്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്,
ദെൻ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഇതാണ് 13 കമ്പനീസ്. എല്ലാവരുടെയും പേര് ബൈഹാർട്ട് ചെയ്യാന്നല്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ നവരത്നയാണോ മഹാരത്നയാണോ, അതിൽ മഹാരത്നയുടെ നിങ്ങൾ ഫുൾ പഠിച്ചാൽ തന്നെ ഇതിലേതെങ്കിലും ഒരു പേര് കാണുമ്പോൾ മഹാരത്ന അല്ല എന്ന് അറിയാൻ പറ്റുക, അത്രയും ചെയ്താൽ മതി. ഇതിൽ BEL ഉണ്ട്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കുറേ ലിമിറ്റഡ് കമ്പനീസ് ആണ് അല്ലെ. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്, നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ്, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, രാഷ്ട്രീയ ഇസ്പാത് നിഗം ലിമിറ്റഡ്, then Rural Electrification Corporation Limited, National Buildings Construction Corporation Limited and Oil India Limited. ഇത്രയും 13 കമ്പനീസ് ആണ് നവരത്നയിൽ വരുന്നത്. ഇനി മൂന്നാമത്തെയാണ് മിനിരത്ന കാറ്റഗറി. മിനിരത്ന എന്ന് പറയുമ്പോഴേക്കും മിനിരത്നയിൽ കാറ്റഗറി 1 ഉണ്ട്, കാറ്റഗറി 2 ഉണ്ട്. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഇൻ ലാസ്റ്റ് 3 years കണ്ടിന്യൂസ്ലി pre-tax profit should have been rupees 30 crore or more at least 1 of 3 years and should have a പോസിറ്റീവ് നെറ്റ് വർത്ത്. അത്രയേ ഉള്ളൂ. മിനിരത്ന കാറ്റഗറി 1 ആവുന്നെങ്കിൽ ഈ കമ്പനീസിന് കണ്ടിന്യൂസ്ലി 3 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ഇവർ പ്രോഫിറ്റിലായിരിക്കണം. 3 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. പ്രീ ടാക്സ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 30 കോടിയിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. 30 കോടിയിൽ കൂടുതൽ ഉണ്ടായിരിക്കണം ഇവരുടെ പ്രീ ടാക്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 of 3 years ആൻഡ് ഷുഡ് ഹാവ് എ പോസിറ്റീവ് നെറ്റ് വർത്ത്. അതായത് 3 വർഷം എടുത്താൽ ഒരു വർഷത്തെ ഇവരുടെ പ്രീ ടാക്സ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞതാണ് 30 കോടിയിൽ കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഒരു പോസിറ്റീവ് നെറ്റ് വർത്തും ആയിരിക്കണം ഈ കമ്പനീസ്. അതാണ് കാറ്റഗറി 1 വരുന്നത്. മിനിരത്നയുടെ കാറ്റഗറി 1 61 കമ്പനീസ് ആണ് ടോട്ടൽ ഉള്ളത്, 61 കമ്പനീസ്. ഇനി മിനിരത്നയുടെ കാറ്റഗറി 2 വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഫോർ ലാസ്റ്റ് 3 years കണ്ടിന്യൂസ്ലി, ഇതേപോലെ കഴിഞ്ഞ 3 വർഷത്തെ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ഷുഡ് ഹാവ് പ്രോഫിറ്റ് നെറ്റ് വർത്ത്, ഇവർക്കും ഇതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് നെറ്റ് വർത്ത് ഉണ്ടായിരിക്കണം. ഇവിടെ 30 crore പറഞ്ഞു, ഇവിടെ അങ്ങനെ പറയില്ല, ഒരു പ്രോഫിറ്റ് നെറ്റ് വർത്ത് ഉണ്ടായിരിക്കണം. ഇതിൽ 12 കമ്പനീസാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്, 12 എണ്ണം. ഓക്കെ, മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന് 3 ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഹാരത്നയ്ക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നവരത്നയ്ക്ക് കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ താഴെയാണ് മിനിരത്ന വരുന്നത്. അതിൻ്റെ 3നും കണ്ടീഷൻസ് ഇതിൽ മഹാരത്നയിൽ 11 എണ്ണം, നവരത്നയിൽ 13 എണ്ണം, മിനിരത്ന കാറ്റഗറി 1 61 എണ്ണം, കാറ്റഗറി 2 12 എണ്ണമാണ് കമ്പനീസ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷനിൽ മൂന്നാമത്തേതായ ഗ്ലോബലൈസേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ആഗോളവൽക്കരണം. എന്താണ് ഗ്ലോബലൈസേഷൻ? ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ ആഗോള തലത്തിൽ ലോകം മുഴുവനും ഒരു ഒറ്റ കമ്പോളമാക്കുക, അതാണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം. മൂലധനം ഇപ്പം നമ്മുടെ രാജ്യത്താണെങ്കിലും മറ്റ് വിദേശ കമ്പനികൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് മറ്റു കമ്പനികളുടെ ബ്രാഞ്ചസ് ഇവിടെ വർക്ക് ചെയ്യാറുണ്ട് അല്ലെ. ഇവിടെയുള്ള ആളുകളെ മാൻ പവർ ഉപയോഗിച്ച് ഇവിടെ അവർക്ക് ബിസിനസ് ചെയ്ത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടുന്ന് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിർത്തി കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും വിദേശത്ത് നിന്ന് ഇന്ത്യയിലോട്ടും തൊഴിലാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കമ്പനീസിൽ ഇരുന്നുകൊണ്ട് വിദേശ രാജ്യങ്ങൾക്കായിട്ട് ആളുകൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് അവിടെ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു തൊഴിലാളികളുടെ ഒഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, ടെക്നോളജി ആണെങ്കിലും വേറെ രാജ്യങ്ങളിൽ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തിലെ കമ്പനീസിൽ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്, തിരിച്ചും ചെയ്യുന്നുണ്ട്. സോ ടെക്നോളജികളുടെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം. സാധന സേവനങ്ങളുടെ ഒഴുക്ക്, സാധനങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മൂലം രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ടാകുന്നു? ഒരു പരസ്പര സാമ്പത്തിക ഏകോപനം ഉണ്ടാവുകയാണ്, ആശ്രയത്വം ഉണ്ടാവുകയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം, നമ്മളിവിടെ കിടക്കും, നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളിവിടുന്ന് ബിസിനസ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ രാജ്യത്തിനകത്ത്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ആഗോളവൽക്കരണം വന്നപ്പോൾ എന്താണ്? ഇതെല്ലാം ആ ഒരു അതിർത്തി വിട്ട് എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരു പരസ്പര സഹകരണവും ഒരു സാമ്പത്തിക ഏകോപനവും ആശ്രയത്വം ഒക്കെ വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, അതുപോലെ സാധന സേവനങ്ങളുടെ ഒഴുക്ക്. ഈ 4 കാര്യങ്ങൾ കാരണമാണ്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? അതിർത്തികൾ കടന്നുള്ള ഒരു മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധന സേവനങ്ങളുടെ ഒഴുക്ക്. ഇതെല്ലാം കാരണം രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രിത്വവുമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഔട്ട്സോഴ്സിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇന്ത്യയിലെ പല കമ്പനീസിലും ഇരുന്ന് ആളുകൾ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അത് അമേരിക്കയുടെ ആ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് അവർ ഇന്ത്യയിൽ ഇരുന്നാണ് ചെയ്തു കൊടുക്കുക. ഇപ്പം നൈറ്റ് ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ടെക്നോ പാർക്കും ഇൻഫോ പാർക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഔട്ട്സോഴ്സിംഗ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവരുടെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടുന്ന് ആളുകളെ അവർ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആളുകൾ അവരുടെ വർക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും, ഇവിടെ നിന്ന് അവരുടെ വർക്ക് നമ്മൾ ചെയ്തിട്ട് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അവർക്ക് ഒരുപാട് ലാഭം അതായിരിക്കും. അവിടുത്തെ ആളുകളെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നതിനേക്കാളും നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നു എന്നിട്ട് തിരിച്ചയക്കുന്നു, അവർക്ക് ലാഭം
ലാഭമാണ്, നമ്മുടെ ആളുകൾക്കും ജോലി കിട്ടുന്നു. അപ്പോൾ രണ്ട് സൈഡിലും ഓക്കെയാണ്. അപ്പോൾ ഇതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ലോക വ്യാപാര സംഘടന എന്താണ്? WTO, അതാണ് ലോക വ്യാപാര സംഘടന അല്ലെ. WTOയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ജനീവയാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് WTOയുടെ ആസ്ഥാനം. 1995 ജനുവരി 1 WTO നിലവിൽ വന്നത്. WTOയുടെ മുൻഗാമിയാണ് GATT, GATT, ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് ആണ് 1940 നിലവിൽ വന്നതാണ്. അപ്പോൾ ലോക വ്യാപാര സംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയണം ലോക വ്യാപാര സംഘടന അതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവ. 1995 ജനുവരി 1 WTO നിലവിൽ വന്നത്. അതിൻ്റെ മുൻഗാമി GATT ആയിരുന്നു. 1948 വന്നതാണ് ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്സ്. ഓക്കെ. ഇനി നവ ഉദാരവൽക്കരണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. നവ ഉദാരവൽക്കരണം. ഓക്കെ, അതായത് ഉദാരവൽക്കരണം എന്താ നമുക്കറിയാം, ലിബറലൈസേഷൻ ആണ്. ഇത് കുറച്ചും കൂടെ ലിബറലൈസേഷൻ എന്താ നമ്മൾ ഉദ്ദേശിച്ചത്? ഗവൺമെന്റിന്റെ ഒരു കൺട്രോൾ കുറയ്ക്കുക എന്നല്ലേ നമ്മൾ പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സർക്കാരിന്റെ കൺട്രോളിന് നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടാക്സിലൊക്കെ കുറച്ച് കൺട്രോൾ കൊണ്ടുവരിക, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കയറ്റുമതി ഇറക്കുമതിയിലൊക്കെ ചില അയവുകൾ കൊടുക്കുക അല്ലെ, നമ്മുടെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോളിസീസിലൊക്കെ ഒരു അയവ് കൊണ്ടുവരിക എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ നവ ഉദാരവൽക്കരണം എന്ന് പറയുമ്പോൾ ആ ഉദാരവൽക്കരണം തന്നെ അതിൽ തന്നെ ഒരു പുതിയ ചേഞ്ച് കൊണ്ടുവരിക. അതായത് സർക്കാർ നിയന്ത്രണങ്ങളുടെ സ്വാധീനം പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയം. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കൺട്രോള് ഒന്ന് കുറയ്ക്കുക എന്നതായിരുന്നെങ്കിൽ ഇവിടെ നവ ഉദാരവൽക്കരണം എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാണ്? നിരാകരിക്കുന്ന സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം. അതിന് കമ്പോളവൽക്കരണം എന്നൊരു പേരുണ്ട്. അപ്പൊ സർക്കാരിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ട് നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ ഫുള്ള് പ്രൈവറ്റിന്റെ കയ്യിലാകും അല്ലെ, സ്വകാര്യ സ്ഥാപനങ്ങളായിട്ട് മാറും. സർക്കാർ സ്ഥാപനങ്ങളല്ല, എല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളാകുന്നു, ആ രീതിയിൽ വരുന്നു. അപ്പൊ കമ്പോളവൽക്കരണം, അതായത് ഒരു പ്രൈവറ്റിന്റെ കൺട്രോൾ ആവാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇങ്ങനെ ഈ സ്വകാര്യവൽക്കരണത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭം എന്നുള്ളതാണ്. അതേസമയം ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിൽ കുറച്ചും കൂടെ വെൽഫെയർ, ജനങ്ങളുടെ വെൽഫെയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഇവർക്കൊന്നും നോക്കണ്ട, സ്വകാര്യ സ്ഥാപനങ്ങളാകുമ്പോൾ ലാഭം മാത്രം ലക്ഷ്യമാക്കിയായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ കമ്പോളത്തിലേക്കുള്ള സർക്കാർ നിയന്ത്രണം ഇല്ലാതായി കഴിയുമ്പോഴേക്കും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആ സർക്കാർ നിയന്ത്രണം ഇല്ലാതാക്കി സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ച് അവർ കമ്പോളത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതിനാണ് കമ്പോളവൽക്കരണം എന്ന് പറയുന്നത്. അത് മാർക്കറ്റിലോട്ടുള്ള സർക്കാരിന്റെ കൺട്രോളിനെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളാണ് അത് ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യവൽക്കരിച്ചിട്ട് അവർ കമ്പോളത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതിനാണ് എന്ത് പറയുന്നത്? കമ്പോളവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ. വേൾഡ് ബാങ്ക് 1944 ബ്രെട്ടൻ വുഡ് സമ്മേളനത്തിലാണ് വേൾഡ് ബാങ്കും IMF-ഉം രണ്ട് സംഘടനകൾ ഉണ്ടാവുന്നത്. ഓക്കെ. 1944 ബ്രെട്ടൻ വുഡ് സമ്മേളനത്തില് ജോൺ മെയ്നർ കെയ്ൻസും ഹാരി ഡെക്സ്റ്റർ വൈറ്റും ആയിരുന്നു അതിലെ ഭൗതിക നേതാക്കള്. ഇർവിൻ ഫിഷർ ആയിരുന്നു ആ സമ്മേളനത്തിന്റെ മുഖ്യ എക്കണോമിസ്റ്റ് എന്ന് പറയണേ. അപ്പൊ ഇങ്ങനൊരു സമ്മേളനം 1944 നടന്നു, ബ്രെട്ടൻ വുഡ് സമ്മേളനം. ഈ സമ്മേളനത്തിന് ശേഷമാണ് വേൾഡ് ബാങ്കും IMF-ഉം നിലവിൽ വരുന്നത്. വേൾഡ് ബാങ്കിനെ അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടണിലാണ്, US-ലെ വാഷിംഗ്ടണിലാണ് വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ഇപ്പോഴത്തെ ഫസ്റ്റ് എവർ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്, പ്രത്യേക നോട്ട് ചെയ്യുന്ന അജയ് ബാങ്കയാണ് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് IMF-ന്റെ ആസ്ഥാനം വേൾഡ് ബാങ്കിന്റെ സെയിം പ്ലേസ് ആണ്, US-ലെ വാഷിംഗ്ടണിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. IMF-ന്റെ ഇപ്പോഴത്തെ MD ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റലീന ജോർജീവയാണ്. IMF-ന്റെ ഇപ്പോഴത്തെ ചീഫ് എക്കണോമിസ്റ്റ് പിയറി ഒലിവർ ഗൗറിൻചാസ് ആണ്. ഓക്കെ. അപ്പം വേൾഡ് ബാങ്ക്, IMF, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കുക. ലോക വ്യാപാര സംഘടന WTO ആണ്. WTOയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. പിന്നെ നമ്മൾ കണ്ടത് ബ്രെട്ടൻ വുഡ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്ത IMF-ഉം അതുപോലെ തന്നെ വേൾഡ് ബാങ്കും. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം IMF-ന്റെ ആസ്ഥാനവും USA-ലെ വാഷിംഗ്ടണിലാണ്. വേൾഡ് ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇന്ത്യനാണ്, അജയ് ബാങ്കയാണ്. IMF-ന്റെ MD എന്ന് പറഞ്ഞ ക്രിസ്റ്റലീന ജോർജിവയും IMF-ന്റെ ചീഫ് എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞത് പിയറി ഒലിവർ ഗൗറിൻചാസുമാണ്. നേരത്തെ ഗീത ഗോപിനാഥ് മലയാളി IMF-ന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ പിയറി ഒലിവർ ഗൗറിൻചാസ് ആണ്. ഇനി നവസാമ്പത്തിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് 9 സ്ഥാപനങ്ങൾക്ക് നവരത്ന പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഹാരത്ന, നവരത്ന, മിനിരത്ന കമ്പനീസിന്റെ ലിസ്റ്റ് കണ്ടായിരുന്നു. അതിൽ ഇപ്പം മഹാരത്ന പദവിയിലുള്ള പല കമ്പനീസും മഹാരത്നയുടെ കണ്ടീഷൻ എന്താ? നവരത്ന ഉണ്ടെങ്കിൽ മഹാരത്ന സ്റ്റാറ്റസ് കിട്ടുള്ളൂ. ഇപ്പം മഹാരത്ന പദവിയിലുള്ള പല കമ്പനീസിനും നവസാമ്പത്തിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് നവരത്ന പദവി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മഹാരത്ന സ്റ്റാറ്റസിലുള്ള പല കമ്പനീസിനും ഈ നവസാമ്പത്തിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട്
എന്ത് കിട്ടിയിട്ടുണ്ട്, നവരത്ന സ്റ്റാറ്റസ് കിട്ടി. അവർക്ക് സ്വയംഭരണ പദവി കിട്ടിയിട്ടുണ്ടായിരുന്നു. 9 കമ്പനീസിനാണ് അങ്ങനെ കിട്ടിയത്. അപ്പം നവസാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് നവരത്ന പദവി കിട്ടിയ 9 കമ്പനീസാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. നമ്മൾ കണ്ടിപ്പോൾ മഹാരത്ന സ്റ്റാറ്റസ് ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 1959 രൂപീകൃതമായിട്ടുള്ളത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആസ്ഥാനം മുംബൈ ആണ്, മുംബൈ. then HPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം അല്ലെ, HPCLും പിന്നെ BPCL, ഭാരത് പെട്രോളിയം. HPCLും BPCLും നമുക്കറിയാം ഇപ്പം മഹാരത്ന പദവിയിലാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ നവസാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നവരത്ന പദവി കിട്ടിയത്. 74 HPCL ഫോം ചെയ്തത്. BPCL 1952. HPCLന്റെ ആസ്ഥാനം BPCLന്റെ ആസ്ഥാനം മുംബൈ തന്നെയാണ്. HPCL 1974 രൂപം കൊണ്ട് മുംബൈയാണ് ആസ്ഥാനം. BPCL 1952 രൂപം കൊണ്ടത്. BPCLന്റെ ആസ്ഥാനം മുംബൈ തന്നെയാണ്. ഓക്കെ. ഇനി ONGC ഉണ്ട്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ONGC 1956 ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇനി SAIL സ്റ്റീൽ അതോറിറ്റി ആണ്, സെയിൽ അല്ലെ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. സെയിൽ 1954 വന്നു, അത് ന്യൂഡൽഹിയാണ് ആസ്ഥാനം വരുന്നത്. ഇനി IPCL ഉണ്ട്, ഇന്ത്യൻ പെട്രോ കെമിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് IPCL. ഇന്ത്യൻ പെട്രോ കെമിക്കൽ ആണ്. IPCL 1969 വഡോദരയാണ് IPCLന്റെ ആസ്ഥാനം. വഡോദരയാണ് സ്ഥലം IPCL. ഇനി BHEL ഉണ്ട്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ്. 1956 ന്യൂഡൽഹിയാണ് ആസ്ഥാനം. NTPC ഉണ്ട്, നാഷണൽ തെർമൽ കോർപ്പറേഷൻ ആണ് അല്ലെ. NTPC 1975 വരുന്നത്, ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം. BSNL ഉണ്ട്, BSNL വിദേശ സഞ്ചാര നിഗം ലിമിറ്റഡ് 1986 വന്ന് മുംബൈയാണ് ആസ്ഥാനം. അപ്പൊ ഇതില് മുംബൈ അല്ലാത്ത നിലയ്ക്കൊന്ന് നോട്ട് ചെയ്താൽ മതി. ONGC ന്യൂഡൽഹിയാണ്, SAIL ന്യൂഡൽഹിയാണ്. ONGC SAIL ന്യൂഡൽഹിയാണ്, BHELും NTPC ന്യൂഡൽഹിയാണ്. 4 ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള കമ്പനീസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ONGC, 2 സെയിൽ, ONGCയും സെയിലും ഉണ്ട്. പിന്നെ BHELും NTPCയും ഉണ്ട്. NTPC ന്യൂഡൽഹിയാണ്. പിന്നെ വഡോദരയാണ് IPCL. ബാക്കിയെല്ലാം ആസ്ഥാനം മുംബൈയാണ്. അപ്പോൾ ഇത്രയും കമ്പനീസിനാണ് ഈ നവസാമ്പത്തിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് നവരത്ന പദവി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം മഹാരത്ന പദവിയുള്ള 11 കമ്പനീസ് ലിസ്റ്റ് തന്നിട്ടുണ്ട്, അത് നോട്ട് ചെയ്യണം. ബാക്കിയുള്ളവർ നവരത്നയിലായിരിക്കും. പിന്നെയുള്ളത് മിനിരത്ന. 3 എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുത്തൻ സാമ്പത്തിക നയം, ന്യൂ എക്കണോമിക്സ് റിഫോംസിന്റെ ഭാഗമായിട്ട് എന്താണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് കണ്ടു, എന്താണ് ലിബറലൈസേഷൻ, എന്താണ് പ്രൈവറ്റൈസേഷൻ, എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് കണ്ടു, എന്താണ് മഹാരത്ന, നവരത്ന, മിനിരത്ന കമ്പനീസ് എന്നുള്ളത് മനസ്സിലാക്കി. ഏതൊക്കെയാണ് 9 കമ്പനീസിന് നവരത്ന പദവി കിട്ടിയിട്ടുള്ളതെന്ന് കണ്ടു. WTOനെ പറ്റിയിട്ടും വേൾഡ് ബാങ്കിനെ പറ്റിയിട്ടും IMFനെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കുക. ഓക്കെ. PSC എക്സാം കഴിഞ്ഞ ഓൺലൈൻ കോഴ്സ് റണ്ണിംഗ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് ലെവൽ തൊട്ട് നമ്മൾ സ്ലോലി പഠിക്കുന്ന ഒരു കോഴ്സാണ്. എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്നുണ്ട്. 1 by 1 ആയിട്ട് കംപ്ലീറ്റ് സിലബസ് തീർക്കത്തക്ക രീതിയിലുള്ള ലോങ് ടേം കോഴ്സാണ്. ഇനി വരാൻ പോകുന്ന എക്സാംസിന് നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിട്ടയായ രീതിയിൽ റെഗുലർ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നത്. ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്ലാസ് വീണ്ടും കാണുന്നതായിരിക്കും.